ഹായ്, ഞാൻ ജാസ്മിൻ മൻസൂർ. സിൻഡ്രല്ല ബ്യൂട്ടി കോൺസെപ്റ്റ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു ബ്രൈഡൽ ഹെയർ സ്റ്റൈലിനെ കുറിച്ചാണ്. നമുക്കൊരു പെർഫെക്റ്റ് ഹെയർ സ്റ്റൈൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതിന് എന്തൊക്കെ പ്രോഡക്ട്സുകൾ യൂസ് ചെയ്യണം എന്നിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. അത് മനസ്സിലാക്കിയിരുന്നാൽ നല്ല ഒരു ഹെയർ സ്റ്റൈല് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കുറച്ച് നീളമുള്ള മുടിക്ക് എങ്ങനെ നമുക്ക് സ്പീഡിൽ ഹെയർ സ്റ്റൈൽ ചെയ്ത് തീർക്കാം എന്നുള്ള ഒരു വീഡിയോയാണ് ഇന്നത്തേത്. ഹെയർ ഷാമ്പൂ കണ്ടീഷണറൊക്കെ ഇടണമെന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. എങ്കിലും ഒന്നും കൂടെ പറയാം. ഫസ്റ്റ് ഹെയർ സ്റ്റൈലിന് മുമ്പ് തന്നെ നമ്മൾ പാർലറിൽ വരണ്ട, അവർ വീട്ടിൽ തന്നെ വെച്ച് ഷാമ്പൂവും കണ്ടീഷണറും ഒക്കെ ഇട്ട് പ്രിപ്പ് ചെയ്ത ഹെയർ ആയിരിക്കണം. ഷാമ്പൂവും കണ്ടീഷണറൊക്കെ ഇട്ട് പ്രിപ്പ് ചെയ്ത ഹെയറിൽ നന്നായിട്ടൊരു ബ്ലോ ഡ്രൈ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ക്രിംപ് ചെയ്യണം ഹെയർ. ഫുൾ ഹെയറും ക്രിംപ് ചെയ്യാൻ സമയമുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. ഇല്ലെങ്കിൽ ഇയർ ടു ഇയർ ക്രിംപ് ചെയ്യുന്നതും നല്ലതാണ്. ഞാനിപ്പോൾ ഇയർ ടു ഇയർ മാത്രമേ ക്രിംപ് ചെയ്തിട്ടുള്ളൂ. കാരണം എനിക്കൊരു ലൈൻ ടെക്നിക്കാണ് ഫ്രണ്ട് വേരിയേഷനായിട്ട് വേണ്ടിയത്. അതുകൊണ്ട് ഞാൻ ഇയർ ടു ഇയർ മാത്രമേ ക്രിംപ് ചെയ്തിട്ടുള്ളൂ. ഇയർ ടു ഇയർ പോർഷൻ നമ്മൾ മാറ്റിയിട്ടുകൊണ്ട് ബാക്കിയുള്ള പോർഷൻ ഒരു പോണി ടെയിൽ നേരത്തെ തന്നെ കെട്ടിവെക്കാം. നമ്മൾ ആ മാറ്റി വെച്ച ഇയർ ടു ഇയർ സെക്ഷനിൽ നിന്ന് ഓരോ ചെറിയ ചെറിയ സെക്ഷനുകളായിട്ടെടുത്ത് ബാക്ക് കോം ചെയ്ത് റെഡിയാക്കി വെക്കാം. ഈ ഓരോ സെക്ഷനും നമ്മൾ ബാക്ക് കോം ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഞാൻ സ്പ്രേ ചെയ്യുന്നത് ഷൈനിങ് സ്പ്രേ ആണ്. ഷൈനിങ് സ്പ്രേ അടിച്ച് ഒന്ന് ബാക്ക് നല്ല നീറ്റായിട്ട് വെച്ചതിന് ശേഷമാണ് അടുത്ത സെക്ഷനും അതേപോലെ തന്നെ ചെയ്യുന്നത്. ഞാനിവിടെ ഫ്രണ്ട് പോർഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് ലൈൻ ടെക്നിക്കിലാണ്. അപ്പോൾ ആ ലൈൻ ടെക്നിക്കിന് നമുക്ക് നെറ്റിയോട് ചേർന്നുള്ള കുറച്ച് മുടിയെടുത്ത് നമ്മൾ ബാക്ക് കോം ചെയ്യുമ്പോൾ ചീപ്പ് പുറത്തോട്ട് വരാത്ത വിധം ബാക്ക് കോം ചെയ്ത് ഒരു സ്ലൈറ്റ് ഒരു ചെറിയ രീതിയിലൊരു ബാക്ക് കോം ചെയ്ത് ഷൈനിങ് സ്പ്രേ അടിച്ച് നമ്മൾ ഒന്ന് നീറ്റാക്കി വെക്കണം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഷൈനിങ് സ്പ്രേ അടിച്ച് തന്നെ ഓരോ ലൈനും നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നേരത്തെ തന്നെ വെക്കണം. നമുക്ക് ഈ ലൈനുകളെല്ലാം ഒന്നും കൂടെ വിസിബിളായിട്ട് കിട്ടാനും നീറ്റായിട്ടിരിക്കാനും വേണ്ടിയിട്ട് നമുക്ക് ലൈറ്റായിട്ടുള്ള സ്പ്രേ അടിച്ച് ലെവലാക്കി വെക്കാം. അതിനുശേഷം മീഡിയം ഹോൾഡ് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതെല്ലാം സെറ്റാക്കി വെച്ചതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് മാത്രമേ ഉള്ളൂ ഹാർഡ് സ്പ്രേ അടിക്കാവുള്ളൂ. കാരണം ഹാർഡ് സ്പ്രേ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ മുടി മാറ്റാൻ പറ്റില്ല. പിന്നെ നമുക്ക് ഒത്തിരി പ്രൊസീജിയർ കഴിഞ്ഞ് ലെവലാക്കി എടുത്താലേ അതൊന്ന് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സെറ്റിംഗ് എല്ലാം ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. ഫ്രണ്ട് വേരിയേഷൻ എല്ലാം സെറ്റാക്കി വെച്ച് ബാക്കിലോട്ട് അതെല്ലാം സ്ലൈഡ് കുത്തി വെച്ചതിന് ശേഷം ഇതുപോലെ ഒരു ബണ്ണ് സെറ്റ് ചെയ്യാം. എന്ന് വെച്ചാൽ ഒരു പോണിറ്റെയിൽ കെട്ടിയതിന് ശേഷം ബണ്ണ് അതിൽ വെച്ച് ഫിറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞു ആദ്യം തന്നെ കുറച്ചു മുടി തിക്കുമുണ്ട്, കുറച്ച് നന്നായിട്ട് നീളവും ഉള്ളത് കൊണ്ട് കുറച്ച് സ്പീഡിൽ നമുക്ക് കെട്ടാൻ പറ്റുന്ന അല്ലെങ്കിൽ എളുപ്പത്തിന് കെട്ടാൻ പറ്റുന്ന ഒരു ഹെയർ സ്റ്റൈലാണ് ഞാനിതിൻ്റെ അകത്ത് തിരഞ്ഞെടുത്തിരിക്കുന്നത്. മുടിയെ 4 സെക്ഷനുകളാക്കി മാറ്റിയതിന് ശേഷം ഈ ഓരോ സെക്ഷനും എടുത്ത് എന്ന് വെച്ചാൽ മുകളിൽ 2 സൈഡിൽ താഴെ എന്നുള്ള 4 സെക്ഷനാക്കി എടുത്തിട്ട് ആ ഓരോ സെക്ഷനും ലൈറ്റായിട്ടുള്ള സ്പ്രേ അടിച്ച് അത് 2 സെക്ഷനാക്കി എടുത്തതിന് ശേഷം അത് കോർത്ത് കെട്ടി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ സെൻറ്ററിൽ വെക്കാം. ഞാനിപ്പം ഏറ്റവും ബാക്കിലോട്ടാക്കിയാണ് വെച്ച് സ്ലൈഡ് കുത്തിയിരിക്കുന്നത്. ഇതുപോലെ ഓരോ സെക്ഷനും എടുത്ത് 2 പോർഷനാക്കി അത് കോർത്ത് കെട്ടി ഓരോ സ്ലൈഡ് കുത്തിയാൽ മതി. കാരണം അത് വിട്ടൊന്നും പോവുകയില്ല. അത് ആ സ്ലൈഡ് ഒന്നിരിക്കാൻ വേണ്ടി വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്പ്രേ അടിക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ സ്പ്രേ അടിച്ചില്ലെങ്കിലും നല്ല ടൈറ്റായിട്ട് തന്നെ അതിരുന്നോളും. ഇങ്ങനെ എല്ലാ മുടിയിലെയും 2 പോർഷനാക്കി എടുത്ത് നമ്മൾ കോർത്ത് കെട്ടി അത് ഓരോ ഭാഗത്തായിട്ട് ക്ലിപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്പീഡിൽ നല്ല ഒരു ബണ്ണ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എനിക്കിത് ലോങ് ഹെയർ ആണെങ്കിൽ തന്നെയും കുറച്ച് ബ്രേക്കേജ് ഉള്ള ഹെയർ ആയിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് സ്പ്രേ ഒക്കെ കൂടുതൽ അടിച്ച് ഒന്ന് ലെവലാക്കി വെക്കേണ്ടി വന്നു. എന്നിരുന്നാലും കുറേ സ്പ്രേ അടിച്ചെന്ന് പറഞ്ഞാലും ആ ബ്രേക്കേജ് ഓരോ കുഞ്ഞു കുഞ്ഞു മുടികളും ഇങ്ങനെ പൊങ്ങി വരുന്ന ഒരു ലെവലുണ്ടായിരുന്നു. മാക്സിമം നമുക്ക് ഞാൻ പ്രോഡക്ട്സ് കുറച്ചുകൊണ്ടാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഒത്തിരി പ്രോഡക്ട്സ് വെച്ച് ഇപ്പോൾ ജെല്ലും അല്ലെങ്കിൽ മൂസ് അങ്ങനെ ഒത്തിരി കയറ്റി ആ മുടിക്കൊരു ഭാരമാക്കി ഞാൻ കൊടുക്കാറില്ല. അപ്പം മാക്സിമം കുറച്ച് പ്രോഡക്ട്സ് ഉപയോഗിച്ചുകൊണ്ട് എന്നാൽ നല്ല രീതിയിൽ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്യുന്ന ഒരു സ്റ്റൈലാണ് എൻ്റേത്. ഇങ്ങനെ ഫുൾ മുടിയും എല്ലാം സെറ്റാക്കി വെച്ച് ജസ്റ്റ് ഒന്ന് പുള്ളി ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആ മുടികളെല്ലാം നല്ല ഭംഗിയായിട്ടിരിക്കുന്നത് കാണാം.
എൻ്റെ ബ്രൈഡിന് ആവശ്യം മുല്ലപ്പൂവും വെക്കണമായിരുന്നു, അതേപോലെ തന്നെ ജിപ്സോഫീലിയ എന്ന് പറഞ്ഞ ഫ്ലവറും വെക്കണമായിരുന്നു. കാരണം ഒരു ഹിന്ദു ലുക്കും വരണം, എന്നാൽ ഒരു ക്രിസ്ത്യൻ ഹെയർ സ്റ്റൈലും വരണം. ഇത് രണ്ടും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഫ്യൂഷൻ മേക്കപ്പ് ആൻഡ് ഹെയർ സ്റ്റൈലാണ് ആവശ്യപ്പെട്ടിരുന്നത്. മുല്ലപ്പൂ നമുക്ക് ഈസി ആയിട്ട് സെറ്റ് ചെയ്യാനായിട്ട് അതിൻ്റെ രണ്ടറ്റവും ഒരു നൂല് കൊണ്ട് കെട്ടിയിട്ട് ആ നൂല് തമ്മിൽ മുടിയുടെ പുറത്തോട്ട് കെട്ടി വെച്ച് കഴിഞ്ഞാൽ അത് പൂ അനങ്ങാതെ അവിടെ ഇരുന്നോളൂ. അപ്പോൾ നമുക്ക് അധികം ഹെയർ പിന്നിൻ്റെ ആവശ്യം വരുന്നില്ല. ജിപ്സോഫീലിയ ഒക്കെ നമുക്ക് നേരത്തെ കൈ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ചെറിയ സെക്ഷനാക്കി നമുക്കത് നല്ല നീറ്റായിട്ടൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. ഫ്ലവർ എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ലാസ്റ്റ് ഹാർഡ് സ്പ്രേ അടിച്ച് ഒന്നും കൂടെ ലെവലാക്കി കൊടുക്കാം. സൈഡിലെ മുടി ഞാൻ കേള് ചെയ്തിരിക്കുന്നത് കുറച്ച് വലിയ കേളർ കൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഒത്തിരി ചുരുണ്ട സ്പ്രിങ് പോലത്തെ ഒരു കേളല്ലാത്ത ഒരു വേവി കേളായിട്ട് നമുക്ക് കിട്ടും. എൻ്റെ ഹെയർ സ്റ്റൈല് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഉപകാരപ്രദമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് ഇടുക.